ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാല എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുവൈറ്റി ഫിഷാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നെയിം ആക്ച്വലി എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മാംസളമായ ഫിഷ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരിഞ്ഞിട്ടുള്ള ഭാഗത്തും അതിൻ്റെ ഉള്ളിലുമൊക്കെ. നിങ്ങൾ കരിമീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മീനെല്ലാം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളിത് മസാലയാക്കി എടുക്കാനായിട്ട് പോവുകയില്ല, അതുകൊണ്ട് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഈ ഓയിലാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ഓയിൽ ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതൊരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് പോകത്തില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് വേകാനായിട്ട് വെക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് തുറന്ന് നോക്കുകയാണ്. എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ ആ മസാലയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മീനൊക്കെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈഡ് ഫിഷ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരെ ബൈ.